നവമി, ഇതിപ്പോൾ കോടതിയുടെ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ജയിലിലേക്ക് എത്തിക്കണമെങ്കിൽ വലിയ കാലതാമസമൊന്നുമില്ല. ഹൈക്കോടതി സൈറ്റിൽ ആണ് വന്നിട്ടുള്ളത്. അതിന്റെ പകർപ്പ് ജില്ലാ കോടതിയിലേക്ക് എത്തിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാമോ? ഒപ്പം ഈ മാധ്യമ പരാമർശങ്ങൾ, ഇപ്പോൾ പരാമർശങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ഒരു വ്യവസായിയാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിന് പല വേദികളിലുമൊക്കെ പ്രതികരിക്കേണ്ടി വരും. പക്ഷേ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ നിയന്ത്രണമുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പരസ്യ പ്രതികരണം പാടില്ല എന്നൊരു ഉത്തരവ് ഹൈക്കോടതി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ മറ്റൊരു കാര്യം പറയുന്നത്, സമാനമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കുറ്റകൃത്യം ഇനിയും ആവർത്തിക്കരുതെന്ന് തന്നെ കൃത്യമായി ഈ കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു പൊതു ഇടത്തിൽ വന്ന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കുക എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഏത് രീതിയിലായിരിക്കും ഈ ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. എന്തായാലും 6 മണിക്കുള്ളിൽ തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ബോബിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ സാഹചര്യമൊക്കെ, വാഹനത്തിന് വട്ടം കയറി നിൽക്കുന്നു, വാഹനത്തിലേക്ക് ഇടിക്കുന്നു, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഫാൻസാണ് ബോബിക്കുള്ളത്. ഇപ്പോൾ ആ ജയിലിന്റെ ഭാഗത്തും ഇങ്ങനെ ഫാൻസിന്റെ ഒരു വലിയ ആൾക്കൂട്ടം എത്തിയിട്ടുണ്ടോ? അവർക്കറിയാമല്ലോ ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കും എന്നുള്ളത്. തീർച്ചയായും അഭിലാഷ്, എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഫാൻസുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ബോബി ചെമ്മണ്ണൂരിനൊപ്പം എന്നുള്ള പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജയിലിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അവിടെ നിരവധി പേരാണ്, സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി പേരാണ് ഇവിടെ ജയിലിന് മുന്നിലായി തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് അറിയാം, ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ആളുകളുടെയൊക്കെ വലിയ ഒരു ഇടപെടലും ഒക്കെ പോലീസ് ജീപ്പിന് നേരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരെ കൊണ്ടുപോകരുത്, ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്തായാലും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോഴും ആളുകൾ അതേ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പന്തളത്തുനിന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങള് ഫിജിക്കാട്ടുകാരാണ്. ഫിജിക്കാട്ട് 16 ലക്ഷം പേരാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഐക്യദാർഢ്യം ഞങ്ങൾ കാണിക്കണം. ഞങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. സോ ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാൻ ബോബി ചെമ്മണ്ണൂരിന്റെ അല്ല, സ്റ്റാഫുകളല്ല. ഫിജിക്കാട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ണേഴ്സാണ്. ഞങ്ങൾ 16 ലക്ഷം പേരാണ് വർക്ക് ചെയ്യുന്നത് ഫിജിക്കാട്ടിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ്. ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സ്ഥാപനം ഞങ്ങളുടെയാണ്, ഫിജിക്കാട്ടിനെയാണ്. സോ ആയിട്ട് ഞങ്ങളാണ് ഇവിടെ എത്തേണ്ട ആൾക്കാർ. പ്രതീക്ഷിച്ചിരുന്നോ ജാമ്യം കിട്ടും? തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു വിധി ഇന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് ഫിജിക്കാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ആളുകളാണ്, ഇ കൊമേഴ്സ് ആൾക്കാരാണ്. അവരൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയതാണ്. കുട്ടികളൊക്കെ ഉണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാണ്. അതെ, ഞങ്ങൾ എല്ലാവരും പാലക്കാട് നിന്ന് വന്നാണ്. അതെ, ഞങ്ങൾ ഇന്ന് ഈ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലും വിഷമത്തിലും ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത്. അതിൽ തന്നെ സ്ത്രീകളെ ആണല്ലോ പറഞ്ഞത്, സ്ത്രീത്വം എടുത്തു പറഞ്ഞു എന്നുള്ളതാണല്ലോ വിഷയം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബോച്ചെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റേ നടിയുടെ ബാക്കി കാര്യങ്ങളിലാണ് നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പരാമർശം തെറ്റല്ല എന്നാണോ? അങ്ങനെ ഒരു സ്ത്രീയെ അത് നിങ്ങൾ ആ വീഡിയോ കണ്ടതാണല്ലോ, അല്ലേ? അതിലെവിടെയാണ് കുന്തി ദേവി എന്നാണ് പറഞ്ഞത്, ആ നടിയെ അതുപോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആ ഒരു വ്യക്തിയെ ദ്വയാർത്ഥ പ്രയോഗമായ നടിയെ ആണ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് അവർക്ക് വലിയ രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വീണ്ടും പുറകെ നടന്ന് അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. പുറമെ ആ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ അടക്കം ഓരോരുത്തരും അവിടെ കണ്ടതാ. ഞങ്ങൾ എല്ലാവരും ഈ പറയുന്ന വീഡിയോസ് തലങ്ങും വിലങ്ങും ഇട്ട് കണ്ടതാ. ഈ പറയുന്ന പോലെ ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളിലൊന്നും ദ്വയാർത്ഥ പ്രയോഗമില്ല എന്നാണ്. എല്ലാത്തിലും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഈ കൊടുത്ത പരാതിയിൽ ഇല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടം വരെ എത്തിയിട്ടുള്ളത്. എന്തായാലും അഭിലാഷ്, അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പ്രഖ്യാപനങ്ങളെല്ലാം തീർച്ചയായും ഇതാണ് ഈ ബോബി ഫാൻസിന്റെ പ്രതികരണം. അതിൽ സ്ത്രീകളും
ഒക്കെയുണ്ട്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ പ്രകടനത്തിന്. മാത്രവുമല്ല ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായ സ്ഥാപനത്തിന്റെ ചെയിൻ മാതൃകയിലുള്ള പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കൂടിയാണ്, അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ കൂടിയാണ്. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ ആൾക്കൂട്ടം ഉണ്ട് ഇപ്പോൾ ജയിലിന് പുറത്ത് എന്നുള്ളതാണ്. അവർക്ക് അത്തരം പരാമർശങ്ങളൊന്നും വലിയ തെറ്റായി തോന്നുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ തീർച്ചയായും അവർ കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ പരിധി നോക്കിയാൽ പലതും അങ്ങേയറ്റം